ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം വാതിലുകളെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. യെരുശലേമിൻ്റെ വാതിലുകൾ, വാതിലുകൾ തീ വെച്ച് ചുട്ടും അതിൻ്റെ മതിൽ ഇടിഞ്ഞും കിടക്കുന്നു എന്ന വിവരം നെഹമ്യാവ് പറഞ്ഞപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. ആ വർത്തമാനം കേട്ടപ്പോൾ അവന് സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു. അതുകൊണ്ട് കുറേ നാൾ കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് അത് കഴിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം രാവും പകലും അവൻ ദുഃഖത്തോടു കൂടിയിരുന്ന് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തൻ്റെ ജനത്തിൻ്റെയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചതിന് ശേഷം നെഹമ്യാവും മഹാപുരോഹിതന്മാരും മറ്റുള്ള ജനവും പുരോഹിതന്മാരും എല്ലാം കൂടി ആ വാതിലുകൾ പണിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10 വാതിലുകളാണ് അന്ന് യെരുശലേമിലെ ചുറ്റുപാടും ഉണ്ടായിരുന്നത്. ആ 10 വാതിലുകളും അതിൽ 9 വാതിലുകൾ അവർ പണിതു. ഒരു വാതിൽ പണിയേണ്ട ആവശ്യമില്ലാത്ത വാതിലാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ അവർ 10 വാതിലും അവരത് 10 വാതിലും ഉള്ളത് അവർ ശരിയാക്കി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടു ഏതൊക്കെ വാതിലാണെന്ന് വെച്ചാൽ ആട്ടിൻവാതിൽ, മീൻവാതിൽ, പഴയ വാതിൽ, താഴ്വര വാതിൽ, 5-ാമത്തെ കുപ്പവാതിൽ, 6-ാമത്തെ ഉറവ് വാതിൽ, നീർവാതിൽ മാത്രം പണിയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കാണിക്കുന്നു. അവർ ബാക്കിയുള്ള വാതിലുകളെല്ലാം പണിതിന് ശേഷം അതിൽ ഓടാമ്പലും കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി ഭദ്രമാക്കി എന്ന് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് 8-ാമത്തത് കുതിരവാതിൽ, 9-ാമത്തത് കിഴക്കേ വാതിൽ. ഇന്ന് നമ്മൾ 10-ാമത്തെ വാതിലിനെ കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. അത് നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ കാണാം. അതിൻ്റെ ശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മീഫ് ഖാദ് വാതിലിന് നേരെ ദേവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കിലെ മാളികമുറി വരെയും അറ്റകുറ്റം തീർത്തു. കോണിങ്കിലെ മാളികമുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. ഇവിടെ നോക്കിക്കുക, അവർ ആട്ടുവാതിൽ മുതൽ തുടങ്ങിയതാണ്. ആ ആട്ടുവാതിൽ മുതൽ തുടങ്ങിയിട്ട് അവർ ഹമ്മീഫ് ഖാദ് വാതിൽ വരെ അവർ അറ്റകുറ്റം തീർത്തായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ തീർക്കുമ്പോൾ അവർ പടികൾ വെച്ചു. അതിൻ്റെ പടികൾ വയ്ക്കും. കതക് ഓടാമ്പലും അന്താഴം ഇണക്കി വളരെ ഭദ്രമായിട്ട് ആ വാതിലുകളെല്ലാം സൂക്ഷിക്കും. ഇവിടെ ഹമ്മീഫ് ഖാദ് വാതിൽ ലാസ്റ്റ് വാതിലാണ്. അപ്പോൾ അതും നമ്മൾ തുടക്കത്തിൽ കണ്ടു ആട്ടിൻവാതിൽ. അപ്പോൾ ആട്ടിൻവാതിൽ ഇതിന് രണ്ടിൻ്റെ മധ്യത്തിൽ ഈ ഉള്ള സ്ഥലങ്ങൾ ആട്ടിൻവാതിൽ മധ്യ തട്ടാന്മാരുടെ കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. അപ്പോൾ ഈ മതിൽ ഈ പ്രഭുക്കന്മാരും കച്ചവടക്കാരും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ, മഹാപുരോഹിതന്മാരും പ്രഭുക്കന്മാരും അങ്ങനെ ശ്രേഷ്ഠന്മാരാണ് എല്ലാവരും ഈ വാതിലുകളുടെ അറ്റകുറ്റം പണി തീർത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 31-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. അതിൻ്റെ ശേഷം തട്ടന്മാരിൽ ഒരുവനായ മൽക്കിയാവ് ഹമ്മീഫ് ഖാദ് വാതിലിന് നേരെ ദേവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കിലെ മാളികമുറി വരെ അറ്റകുറ്റം തീർത്തു. കോണിങ്കിലെ മാളിമുറിയേക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. അങ്ങനെ ഈ 10 വാതിലും ഭദ്രമാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാ വാതിലുകളെയും കുറിച്ചും അതിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള വാതിലുകളെക്കുറിച്ച് നാം സംസാരിച്ചു. ഇന്ന് 10-ാമത്തതിൻ്റെ അതിൻ്റെ ഹമ്മീഫ് ഖാദ്, അതല്ലെങ്കിൽ പരിശോധന എന്നാണ്, ഇൻസ്പെക്ഷൻ ഗേറ്റ് എന്നാണ് ആ വാതിലിൻ്റെ പേര് തന്നെ നമുക്ക് വാതിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഇൻസ്പെക്ഷൻ വാതിൽക്കൽ വെച്ചാണ് ന്യായാധിപന്മാർ ജനങ്ങളുടെ പരാതി കേട്ട് വിധി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ന്യായാധിപന്മാർ അവിടെ ആ ഇൻസ്പെക്ഷൻ ഗേറ്റിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് അവിടെ ജനങ്ങൾ വരികയും അവരുടെ വിധി, അവർ ചെയ്ത തെറ്റിൻ്റെയും കുറ്റത്തിൻ്റെയും ഒക്കെ കേട്ടിട്ട് അവർക്കതിൻ്റെ അനുസരിച്ച് ന്യായം വിധിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് നമുക്ക് ഈ ഗേറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇൻസ്പെക്ഷൻ ഗേറ്റ് അല്ലെങ്കിൽ പരിശോധനയുടെ ഗേറ്റ് അതായിരുന്നു യഹൂദന്മാരുടെ ഇടയ്ക്ക് അവർ ചെയ്തത്. അതിനൊരു സ്ഥലമുണ്ടായിരുന്നു ന്യായം വിധിക്കുവാനായിട്ട്, അല്ലെങ്കിൽ
അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് അർഹരായിട്ട് തീരും. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചില സന്ദർഭങ്ങളിൽ അവർക്ക് അവർക്ക് അതിൻ്റെ റിവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായിട്ട് ഇത് തീർന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ന്യായവിധിയില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മൾ ന്യായാസനത്തിന് മുമ്പാകെ ദൈവത്തിൻ്റെ നിൽക്കേണ്ടി വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് 2 കൊരിന്ത്യർ 5:10 വാക്യത്തിൽ അത് ഉണ്ട്. 2 കൊരിന്ത്യർ 5:10 വാക്യത്തിൽ നാം പറയുന്ന, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ത്യന്യായവിധി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കില്ല. അത് രക്ഷിക്കപ്പെടാത്തവർക്ക് അത് ആ ന്യായവിധിയാണ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ആ ഒരു ന്യായവിധി ഉണ്ട്. അത് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ന്യായവിധിയാണ്. അത് ദൈവത്തിൻ്റെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിനെ ഏക രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്ന ദൈവമക്കൾക്ക് ആ ന്യായവിധി ഇല്ല. എന്നാൽ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചായിട്ട് ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 പത്രോസ് 1:17 വാക്യത്തിലും അത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 പത്രോസ് 1:17 വാക്യത്തിൽ നാം കാണുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഇവിടെ കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന നമ്മളെ രക്ഷിച്ചു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു, നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുകയല്ല ചെയ്യുന്നത്. നാം ഈ ലോകത്തിൽ ജീവിച്ച് ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മൾക്ക് സാവകാശം തന്ന് നമ്മളെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ആക്കിയിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികൾ അതെല്ലാം ഒരു ദിവസം പരിശോധന ഗേറ്റിൽ കൂടെ അല്ലെങ്കിൽ പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്, ഇൻസ്പെക്ഷൻ ഒരു ദിവസമുണ്ട് എന്നാണ് ഇത് പറയുന്നത്. മുഖപക്ഷം കൂടാതെ, അന്ന് മുഖപക്ഷമില്ല. ഇന്നത്തെ ന്യായാധിപതിന്മാരും മറ്റുള്ളവരൊക്കെ മുഖപക്ഷത്തോടു കൂടി വിധിക്കുവാനായിട്ട് സാധിക്കും. അവിടെ മറ്റുള്ള പല കാര്യങ്ങളും, പക്ഷപാതം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കും ഈ ലോകത്തിൻ്റെ ന്യായ കോടതിയുടെ മുമ്പാകെ. എന്നാൽ ഇവിടെ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു ദിവസം നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോൾ നമ്മളുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് കർത്താവിൻ്റെ മുമ്പാകെ നിന്നിട്ട് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം നമുക്ക് പ്രതിഫലം കിട്ടും. അത് നമുക്ക് ആ ദിവസം നമ്മളുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നമുക്കൊരു വാക്യവും കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 3:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആ അടിസ്ഥാനത്തിന്മേൽ യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ പ്രവൃത്തികളെല്ലാം ശോധന ചെയ്യുന്ന, ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെ, പരിശോധനയുടെ ഒരു ദിവസം. അന്ന് ആ പരിശോധന ചെയ്യുമ്പോൾ അത് തീ തന്നെയാണ് ശോധന ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും അവൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഓരോരുത്തരായിട്ടാണ്, കുടുംബമായിട്ടല്ല, ഓരോരുത്തരായിട്ടാണ് സിംഹാസനത്തിൻ്റെ മുൻപാകെ നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ നമ്മളുടെ പ്രവൃത്തികളെല്ലാം അവിടെ ശോധന ചെയ്യപ്പെടും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. അതെ, നമ്മുടെ പ്രവൃത്തികളെല്ലാം അന്ന് ആ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി തീയിൽ കൂടെ എന്ന പോലെ നമ്മളെ കടത്തിവിടുന്ന ആ സന്ദർഭങ്ങളിൽ, പരിശോധനയുടെ മധ്യത്തിൽ നമ്മുടെ പ്രവൃത്തി നല്ലതായിരുന്നെങ്കിൽ അത് പൊന്നും വെള്ളിയും
അത് വിലയേറിയ കല്ലും കൊണ്ടാണ് അത് പണിതിരുന്നെങ്കിൽ അത് അന്ന് വെളിപ്പെടും. അല്ല അത് വൈക്കോൽ കൊണ്ടാണ് നമ്മൾ പണിതെങ്കിൽ അത് കത്തിച്ചാമ്പലായിട്ട് തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ വർഷങ്ങളായിട്ട് ഇരുന്നെങ്കിൽ അന്ന് അതെല്ലാം കത്തിച്ചാമ്പലായിട്ട് നാം അത് തീയിൽ കൂടെ എന്ന പോലെ ഒന്നുമില്ലാത്തവരായിട്ട് നാം നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രതിഫലമില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ പ്രവൃത്തി പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ടാണെങ്കിൽ അത് ചാമ്പലാകത്തില്ല. അന്ന് അത് വെളിപ്പെടുകയും നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. നാം രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ ആ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കുക. അതാ നിങ്ങളുടെ പ്രവാസകാലം 1 പത്രോസിൽ നാം വായിച്ചല്ലോ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. അതേ സഹോദരിമാരെ, നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാനായിട്ട് നമുക്കൊരു പരിശോധനയുടെ ഘട്ടമുണ്ട്, ഒരു ഇൻസ്പെക്ഷനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർത്താവ് തൻ്റെ രക്തത്താൽ വിടുവിച്ചു. അത് നമുക്ക് ദാനമായിട്ടാണ് നമുക്ക് രക്ഷ തന്നത്. എന്നാൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക ഫലം നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടുകൂടി കഴിപ്പാൻ നമുക്കൊരു ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ പൊന്നുനാമം, അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.